ഹലോ ഹലോ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ യാത്രയാവുന്ന ഗോവയിലോട്ട്. ചില സമയത്ത് ഞങ്ങൾ പ്രഷറാവും, ചില സമയത്ത് ഞങ്ങൾ നേരാവും. അത് ഞങ്ങളൊരു ഇതാണ്. ചിലപ്പോ ഞാൻ ഓനെ പറയും, ഓ എന്നെ പറയും. എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാനൊരു ഇൻട്രോ എടുത്തോട്ടാ. ഞങ്ങക്ക് കോഴിക്കോട് അങ്ങാടി വിട്ടുപോകാൻ മനസ്സില്ല കേട്ടാ. ഞങ്ങളെ ഹൃദയത്തിലേക്ക് ഫുള്ള് നഷ്ട കച്ചവടം. നമ്മളെ കോഴിക്കോട് അങ്ങാടി വണ്ടി പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും ഷൂട്ടിന് പോകുമ്പല്ലേ നിർബന്ധോടാ. 100% എന്തല്ലോ ലൊക്കേഷൻ ഫ്ലാറ്റ് തന്നെ. ബീച്ച് നിർത്തി അടുക്കല്ലേ വ്യക്തിയാണ് മുഹമ്മദ് അമീദ് റോഡാ. സാഹിബ് സായിബാബ. കോഴിക്കോട് ഒരു ഹരമാണ്. എന്തുകൊണ്ട് ഹരം അറിയില്ല. കോഴിക്കോട് എപ്പോഴും നല്ലൊരു ഇതൊരു തീഷ്ണതയുടെ അവലംബത്തിന്റെ പ്രതംബിച്ചു നിൽക്കുന്ന പ്രതിഫലനത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ഏതെല്ലാം നാട്ടിലൊക്കെ പോയിട്ട് അല്ല അതിലെ പോയിട്ട് അവൻ പുള്ളി കുജിരിന്റെ പേടിയാ. ഒരു കാര്യമായിട്ടല്ല ഇങ്ങനത്തെ ഞാൻ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ, അതായത് കാലിക്കറ്റ്. നമ്മ പണ്ടല്ല കോഴിക്കോട് അറിഞ്ഞോണ്ടായത് അപ്പൊ പ്ലീസ്. അപ്പൊ ഒടുക്കത്തെ വെയില് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് സൺസ്ക്രീൻ നീ അത് ഉപയോഗിച്ചു, ഞാൻ അതും ഇല്ല. അപ്പൊ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോ കേക്കൊന്നും മൈക്കൊന്നും ഇല്ലല്ലോ. മൈക്കില്ലേ, നീ തന്നെ പറഞ്ഞു നോയ്സ് ക്യാൻസലേഷൻ അതെല്ലാം ഉണ്ടാവും, ഒരു ലിമിറ്റേഷൻ ഇല്ലേടാ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് കാലിക്കറ്റുള്ള ആൾക്കാര് സഹകരിക്കുക, സംബന്ധിക്കുക. ഈ വെയില് കട്ടാക്കാൻ എന്തെങ്കിലും ഒരു റിഫ്ലക്ടർ കൊണ്ടുവരണം ദയവ് ചെയ്ത്. കാരണം നമ്മുടെ സാഹചര്യവും നമ്മുടെ ഇത് പോലീസ് വരുന്നു. അപ്പോ ഞങ്ങൾ സുപ്രഭാതത്തിലേക്ക് എത്തി. അതിന് നല്ലൊരു ബീഫ് ബിരിയാണി എല്ലാം കഴിക്കണമെന്നാണ് ആഗ്രഹം. ഇത് ഈ ബിൽഡിംഗ് ഞങ്ങൾ പുതുതായിട്ട് എടുക്കുന്നത് 2 കോടി ബഡ്ജറ്റാണ്. കാലിക്കറ്റ് ബീച്ച് റോഡിൽ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ ആളായിട്ട് കോണ്ടാക്ട് ആക്കാം. നമുക്കറിയാലോ പച്ചപ്പിരാത്ത് ഈ റോട്ടിലില്ലേ ഇങ്ങനത്തെ വാനല്ല എന്ത് ലോറി വരങ്ങാല എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമെന്ന് പറഞ്ഞാൽ അതിന്റെ കളക്ടറായി എടുത്ത മറ്റേ കളക്ടറല്ല, മുഖ്യമന്ത്രി. സ്റ്റേജ് ഇത് തന്നെ അങ്ങോട്ടാ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോ കാലിക്കറ്റ് ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിച്ചവരാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ 3 മണിയാകുമ്പോ വരാം. അല്ലല്ല, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉച്ചക്ക് വരരുതല്ല. ഉച്ചക്ക് വരരുത്, 2, 3, 4 മണി രാത്രി. അപ്പൊ ഭയങ്കര സമാധാനം. ദയവ് ചെയ്ത് ഞാനും 40 പേര് വണ്ടിന്റെ ചരിത്രമുണ്ട്. ഞങ്ങൾക്കൊരു ബന്ധമാണ്, ആൾക്കാരെ എന്ത് തരാൻ എന്തിനും കേൾക്കുന്നുണ്ടാവും. അറിയാലോ കേട്ടാ, ഇപ്പോൾ മെച്ചപ്പെടുന്നതല്ലോ. ഇപ്പൊ ചെറിയൊരു ഷൂട്ടിന്റെ ചീറ്റിംഗ് ഷോട്ട് എടുക്കാണ്ട് ഒരു ചെറിയ ഭാഗം ഷോട്ട്, ചെറിയ ഉമ്മയും മോളും കൊഞ്ചുന്നതും കളിക്കുന്നതും, പിന്നെ പുഴയിൽ ചാടി ഉമ്മാന്റെ തക്കടി താളം, ഉമ്മ പുഴയിൽ ചാടി ചാവുന്നത്, അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു സീൻ. അല്ല, ഇതാണ് ഉദ്ദേശിച്ചത്. ഇതെല്ലാം തണലല്ലേ. നീ ഫ്രണ്ട് നോക്ക്, കുറച്ചുകൂടി ബെറ്റർ ആക്കിയല്ലേ ബീച്ച്. അങ്ങനെയല്ലേ ബായി നൈറ്റ് കിട്ടിയാലല്ലേ നല്ല അടിപൊളി ആയനെ. ഞങ്ങള് സത്യം പറഞ്ഞ രാവിലേക്കാണ് പ്ലാൻ ചെയ്തത്, 6 മണിക്ക്. കണ്ണു നോക്കുമ്പോട്ടല്ല 11:30. ശിവനാ
പോയി കഴിഞ്ഞാൽ അതാ അടി അടി ആ അതന്നെ മരവും ഗിരവും പോലീസുകാർക്ക് എന്താ ഈ വെട്ടിക്കാര്യം. നിസാറിന്റെ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഭയങ്കര ഹോൾഡാ ഇവന്. കോഴിക്കോട് വന്നിട്ടതാ റെന്റിനൊന്നല്ല, ഏതൊരു ഫ്രണ്ടിന്റെ വണ്ടി. ആ വളരെ വളരെ വലിയൊരു ബന്ധമാണ്. അതന്നെ 2019 വരെ. എന്തിനാ നീ പറയുന്നത്? നിനക്ക് എന്താ അതിനറാ? അല്ല പോട്ട് എവിടെ ആർട്ടിസ്റ്റ് എവിടെ? ഒരു വെയിലത്ത് ഇവിടെ കൊണ്ടുവന്നില്ല. അവളെ വണ്ടിയല്ലേ ഇതല്ലേ വണ്ടി? എന്നിട്ട് ഇത് അത്തറ, ഇതിന്റെ പേരെന്നിന്റെ എയ്തറ ഐതറ. ഹെൽമെറ്റ് ഹെൽമെറ്റ് എടുക്കുന്ന എങ്ങനെയാ? അൻസാർ അൻസുവാ? അൻസുന്റെ ഇവിടെ അൻസു ഉണ്ടാ? അൻസാടുണ്ട് ഇടാ? ഞാനറിയോ ഈ ആറാൻ പറഞ്ഞോനെ. അപ്പൊ രജിസ്ട്രേഷൻ KL 14. ഓൻ ബൈക്കിൽ വന്ന് എന്താ പറയുക എടുക്ക്. ഓന്റെ കാറുണ്ട്, ഓനുണ്ട് നമ്മളെ അമീർ. പിന്നെ അവന്റെ സുഹൃത്ത് ചങ്ങായിമാര് അവനോട് ചെല്ല് 2000 രൂപ തരുന്നാണ് ആൽബാക്ക വാ. 2 അനക്ക് 2 നിനക്ക് പോട്ട് ഓളം എടുത്തു. കോഴിക്കോട് ഒരു മിനിറ്റ് ഞാനൊന്ന് ഓണായിക്കോട്ടെ. എന്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറഞ്ഞോട്ടെ. സുഹൃത്തുക്കളെ, നമ്മള് ഇപ്പൊ കാലിക്കറ്റ് വന്നു കഴിഞ്ഞാൽ പോലീസ്, പിന്നെ അടുത്ത MLA, പ്രസിഡന്റ്, MP ഇവരൊക്കെ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട സമയത്ത് SI വന്നിട്ടുണ്ട്. SI വന്ന് ചോദിച്ചാൽ എന്താ ഇവിടെ പരിപാടി? പല SI ചെറിയൊരു SC-ന്റെ ബന്ധമുള്ള അത് മാറും പെട്ടെന്ന്. എന്താ ഷൂട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവ എന്ത് പറഞ്ഞറിയോ? ഇല്ല പുതാശാവിലെ ഷൂട്ടാണ്. ഓ സാവുൽ സാറിന്റെ ആണോ? അയാൾ ചോദിച്ചെന്നെ ഓന് പെറ്റി കേസ് തീർന്നിട്ടേന്നു, മുമ്പത്തെ കേസ് തീർന്നിട്ടേന്നു. അല്ലല്ല, എന്നെ കണ്ടപ്പോഴാണ് ആദ്യം അയാൾ റഫാണ് കാണിച്ചത്, പിന്നെ എന്നെ കണ്ടപ്പോണ്ടല്ല സാറിന്റെ പറഞ്ഞെങ്കിൽ 2 പോലീസ് ഉണ്ട് ബാക്കിൽ കാണുന്ന നോക്കതാ ആ മൂലക്ക്. ഈ എസ്കോട്ട് നിന്ന് എന്നിട്ട് ഞമ്മക്ക് പ്രൈവസി ആൾക്കാർ നിറയും, ഫാൻസ് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. അല്ല മണിക്കൂർ 2 ആരും നോക്കുന്നില്ലല്ലോ, തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. എന്തായാലും എന്താ പറയുക, ഇതിലെ വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഭയങ്കര മാറിപ്പോയിട്ടാ കോഴിക്കോട് ബീച്ച്. ഞാൻ 2 വർഷത്തിന് ശേഷം ഒന്ന് ഇറങ്ങി നിൽക്കുന്നത്, ഇതുവഴി പോകുമ്പോ കാണുന്നല്ലാണ്ട് ഭയങ്കര സെറ്റപ്പ് ആയിപ്പോയി. അടിപൊളിയാ. എന്ത് സെറ്റപ്പ് എന്ന് പറഞ്ഞാ ഫുള്ള് കല്ല്, ഇതായി കല്ല് ഇതെല്ലാം ഇതൊന്നും മുമ്പില്ല. ഇതെല്ലാം മറ്റേ അൾട്ടിമേറ്റ് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയാണ് ഈ കല്ല്, സൈഡ് കല്ല്. പിന്നെ TMT കമ്പി ആടെ 2 മരം ഇല്ല, ബാക്കിൽ കാണുന്ന 2 മരം അത് പുതിയ വന്നത്. ഒന്ന് ബെൽത്ത്, ഒന്ന് കുറച്ച് ബെൽത്തായി കണ്ട, ഒന്ന് എല്ലാം ആ മരം കണ്ട, അതിലൊന്ന് ചെറുത്, ഒന്ന് ബെൽത്ത്. അത് ഞാൻ കഴിഞ്ഞ ഒരു നട്ടിട്ട് പോയതാ ഓടാടുന്നു. വന്നോ ഡ്രസ് കൊണ്ടുവന്നിട്ടെങ്കിൽ ഒരേ ഡ്രസ്സിൽ ഇപ്പൊ ആട്ടം പാടേണ്ടി വരുമല്ല ഇതാക്കുന്ന. ഈ സിനിമാറ്റിക് ഒന്നും വേണ്ട, വീഡിയോ മോഡലില്ലേ, ഫോക്കസ് 3 ഇട്ടെങ്കിലില്ലേ അടിപൊളി. മനസ്സിലായാ? ഒരു ബാക്കിലേക്ക് ഒരു ബ്ലർ ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. നാവ് അടങ്ങീന. പോര് അതന്നെ വെള്ളിയാഴ്ച പോയാൽ അഡ്മിറ്റ് ആവണ്ടേടാ. അതുകൊണ്ട് ഗുണമില്ല. ഞാൻ ഒരു രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് ഇന്നലത്തെ ആ വെയിലും കൊണ്ടിട്ട് നിന്റെ അവസ്ഥ എന്താവായിരുന്നു? ഷൂട്ടിന് വന്ന ഇങ്ങനെ ഉണ്ടായേനെ. അത് കഴിഞ്ഞു. പക്ഷെ എന്തെന്നറിയോ, ഞാൻ 12:48 അതങ്ങനെയല്ലേ. അതെന്താ പറയുക, ഈ ഉറക്കമില്ല അമ്മാതിരി. ഇന്നലെ വെയിൽ തള്ളി നിന്നല്ലേ, എണീക്കാൻ പറ്റണ്ടേ? കൊടുത്തു
ഒരു സഹകരണമില്ലാത്ത പ്രൊഡ്യൂസർ പരാതി പറയാണ് എന്നെ. ഒരുപാട് ഷോട്ട് എടുപ്പിക്കുന്നു, ഒരുപാട് ഷോട്ട് എടുപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ ഇഷ്ടം പോലെ നന്നായാലും ഞാൻ നന്നാക്കും വരെ എടുക്കണം. അതല്ലേ വേണ്ടേ അല്ല, അത് അതിന്റെ റിസൾട്ട് കാണുമെന്ന് അതുണ്ടാക്കും. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ, ഖത്തം. എന്നിട്ട് നന്ദി പറഞ്ഞ ലാസ്റ്റ് ഇതിപ്പോ ഞാൻ പിടിക്കണ വെറുതെ തന്നെയുണ്ട്. കൊറേ ഷൂട്ട് എടുപ്പിച്ചല്ലേ, വിഷ്വൽ വരുമ്പോ അടിപൊളിയായിരിക്കും എന്തായാലും ഇൻഷാ അല്ലാ. വെള്ളക്കുപ്പി അടച്ച് പോവല്ലേ നിസാറേ? സംഭവം എന്തെങ്കിലേ ഈ ബെയില് എന്ന് പറഞ്ഞാൽ കോഴിക്കോടത്തെ ബെയില് നമുക്ക് കളക്ടറിനെ വിളിച്ചിട്ടില്ലേ? ബെയിലൊന്ന് കുറപ്പിക്കണല്ലേ? ബെയിൽ ഒന്നല്ലെങ്കിൽ കട്ടൊക്കെ അല്ലെങ്കിൽ തുടങ്ങാം. എന്ത് രാജിവെക്കൂ പുറത്തു പോകൂ, വെയില് കട്ടാക്കൂ റിഫ്ലക്ടർ വെക്കൂ. പോവാ. ഈ ഉച്ച സമയത്ത് ശരിക്കും കോഴിക്കോട് ബീച്ചൊക്കെ ഒന്നുമില്ല, അതൊക്കെ വൈകുന്നേരം പൊളിക്കും നമ്മള്. സൺസ്ക്രീൻ ഉപയോഗിച്ചത് വെറുതെ ഫൈലായി പോയി. ഇമോഷണലി ട്രാക്കിംഗ് ലക്കി റിംഗ് ഗെയിമാണ്. 50 രൂപ എടുത്താൽ 6 റിംഗ് ഇടാം. ദയവ് ചെയ്ത് വരിക. കോണ്ടാക്ട് നമ്പർ ഷാഹുലായി ബന്ധപ്പെടും. ശരി തെറ്റ് ഒന്നില് ഓർലിക്സ് കിട്ടുന്നു, ശരി തെറ്റ് ഓർലിക്സ് കിട്ടുന്നു. അപ്പൊ ഇത് ശരിയും തെറ്റിയത്. ചക്ക് ഞാൻ കൊടുക്കേണ്ടത് ചക്ക് ഇങ്ങേക്ക് തരുന്നതാ. ഞാനൊരു പ്രാവശ്യം ഈ കളി കളിച്ചായിരുന്നു കുംബ്ല എക്സ്പോയില്. അല്ലാതെ 50 രൂപക്ക് ഉണ്ടല്ലോ 12 രൂപ മറ്റേ ഒരു ചെറിയ കുരിയ കിട്ടിന്. ആയിരിക്കുള്ളതാകെ 15 രൂപ കുരിയക്ക്. മതിയാ കുടിക്കുന്നില്ലേ? മധുരോടാ അല്ലെങ്കിൽ ബാസായി ഷുഗർ ഉണ്ട്. ദയവ് ചെയ്ത് ഇതാരും അനുകരിക്കരുത്. വീട്ടിൽ ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. വൈഫിന്റെ കോള വരുന്നു. എന്റെ വൈഫിന്റെ എന്റെ തന്നെ ല്ലോ പോന്നെ. എനിക്കിപ്പോ ട്രെയിൻ 4:30 ട്രെയിൻ. പോകുന്ന ഒരു അവസ്ഥ നോക്കിയ ഇരുന്നിട്ടില്ല ഞാൻ. അല്ല, സഹകരിക്കുക, സംബന്ധിക്കുക, പാവപ്പെട്ടവരാണ്. ചടകം. കീക്കട്ടെ തിരിച്ചെടുക്കുന്ന. അപ്പൊ അൻസാർ അവിടെ കാവൽ, അൻസാർ സെക്യൂരിറ്റി ആയിട്ടുണ്ട്. പ്ലീസ് സൂം എന്തില്ല, അത് ലൊട്ടല്ല, ഐഫോൺ. അത് ഐഫോൺ ആണ്, സൂം ഇല്ല എന്നാ പറയുന്നത്. ഈ വിവോന്റെ ഏതോ ലോട്ടറി കുറിച്ച് അറിയാലതാ ഫോണിനെ കുറിച്ചിട്ടുണ്ട്. 13 Pro Max അല്ല, 30 Pro Max. അവന്റെ കൈയും കാലും അസ്സലാമു അലൈക്കും പറഞ്ഞ് അൻസാറിന്റെ ബ്രൈഡൽ വെയർ ഷോപ്പ്. വെരി ഇമോഷണൽ. ഞാൻ പോന്നു ഗൈസ്. ഞാൻ എന്റെ നിസാർ ശരിയാനെ വിട്ടിട്ട് കരയല്ലടാ, കണ്ണില് പൊടി പോയത്. അപ്പൊ നമ്മളെ കോഴിക്കോട് പരിപാടിയെല്ലാം കഴിഞ്ഞ എന്റെ നാട്ടിൽ പോയിട്ടൊന്ന് മര്യാദക്കൊന്ന് കിടന്നുറങ്ങട്ടെ. കോഴിക്കോട് എന്ത് ഇതുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ആയിക്കോ, ഞാൻ ഫോൺ എടുത്തരാം. എൻ്റെ ഒരു ചളി. അപ്പൊ ഗൈസ്, അടുത്ത വെർപ്പിക്കലായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഫ്ലൈ.